നമസ്കാരം. തെന്നാലി രാമൻ കഥകളിലെ 32ാമത്തെ കഥ. അത്ഭുതകരങ്ങളായ എന്തെന്ത് വിദ്യകളാണ് ആ ഇന്ദ്രജാലക്കാരൻ കാണിച്ചത്. ആദ്യം അയാൾ കുറേ ചരൽക്കല്ലുകൾ പൊക്കിയെടുത്തു. കൈപ്പടങ്ങളിൽ പൊത്തിപ്പിടിച്ചു കറക്കി. ഏതോ ഭാഷയിൽ എന്തൊക്കെയോ ഉരുവിട്ടു. എന്നിട്ട് കയ്യിലിരുന്നത് സദസ്യർക്ക് നൽകി. ചരൽക്കല്ലുകളല്ല, സ്വർണ്ണ നാണയങ്ങൾ. പിന്നീട് ചെയ്തത് മറ്റൊരു വിദ്യയാണ്. നിങ്ങൾക്ക് ഏതേത് സുഗന്ധദ്രവ്യങ്ങൾ വേണം? അയാൾ വിളിച്ചു ചോദിച്ചു. ഒരാൾ പറഞ്ഞു ചന്ദനം വേണമെന്ന്. വേറൊരാൾ പനിനീർ ആവശ്യപ്പെട്ടു. ഇനിയൊരാൾ സാമ്പ്രാണി ചോദിച്ചു. ഇന്ദ്രജാലക്കാരൻ ഓരോരുത്തർക്കും നൽകി അവരവർ ആവശ്യപ്പെട്ട സാധനങ്ങൾ. അങ്ങനെ അനേകം വിദ്യകൾ പ്രദർശിപ്പിച്ചു അയാൾ. സദസ്യർ അത്ഭുത സ്തബ്ധരായി. കണ്ടില്ലേ ഈ ഉത്തരഭാരതീയൻ്റെ അപൂർവ സിദ്ധികൾ. ഒന്നു പ്രത്യേകമായിരുന്നു അയാളുടെ അവസാനത്തെ ഇന്ദ്രജാലം. അയാൾ സ്വന്തം ശിരസ് ശരീരത്തിൽ നിന്ന് ഊരിയെടുത്തു. അതിനെ സ്വന്തം കൈകളിൽ പിടിച്ച് ചുറ്റി നടന്ന് എല്ലാവരെയും കാണിച്ചു. അതിനുശേഷം അയാൾ ഒരു വെല്ലുവിളി നടത്തി. തമ്പുരാനെ, എന്നോട് മത്സരിക്കാൻ ഈ രാജ്യത്തൊരു പുരുഷനുണ്ടോ? ഉണ്ടെങ്കിൽ അയാൾ മുമ്പോട്ട് വരട്ടെ. ഇന്ദ്രജാല മത്സരത്തിൽ അയാൾ എന്നെ തോൽപ്പിച്ചു എന്നിരിക്കട്ടെ. എന്നാൽ അയാൾക്ക് എൻ്റെ തല വെട്ടിയെടുക്കാം. വിജയനഗരത്തിൽ കേമന്മാരായ ജാലവിദ്യക്കാരുണ്ട്. അവരെല്ലാം ഇപ്പോൾ സന്നിഹിതരുമാണ്. എങ്കിലും ഒരുവനും വിദേശിയുടെ വെല്ലുവിളി സ്വീകരിച്ചില്ല. ഇങ്ങനെ ഒരു അപൂർവ വിദ്യ അവർ അഭ്യസിച്ചിരുന്നില്ല. ചക്രവർത്തി ലജ്ജിതനായി. ഇവിടുത്തുകാർ മോശമെന്നല്ലേ ഇതിനർത്ഥം? വല്ല വിധത്തിലും രാജ്യത്തിൻ്റെ സൽപ്പേര് നിലനിർത്തണം. അതിനാർക്ക് കഴിയും? അദ്ദേഹം രാമനെ ഓർമ്മിച്ചു. രാമ, ഈ വിദേശിയെ നിങ്ങൾക്കൊന്ന് തോൽപ്പിക്കാനൊക്കുമോ? എന്ത് വിഡ്ഢിത്തം കാണിച്ചിട്ടായാലും ശരി, നിങ്ങളൊന്ന് പരിശ്രമിക്കണം. നിങ്ങൾക്കത് സാധിച്ചാൽ ഞാൻ 1000 സ്വർണ്ണ നാണയങ്ങൾ തരാം. ചക്രവർത്തി രാമൻ്റെ ചെവിയിൽ പറഞ്ഞു. കേൾക്കാത്ത താമസം രാമൻ എഴുന്നേറ്റ് ഇന്ദ്രജാലക്കാരൻ്റെ മുമ്പിൽ ചെന്ന് നിന്നു. ഹേ മനുഷ്യ, നിങ്ങളുടെ വമ്പ് പറയലൊക്കെ അങ്ങ് മനസ്സിൽ വെച്ചേക്കണം. അതൊന്നും എന്നോടെടുക്കണ്ട. ആദ്യം നിങ്ങൾ എൻ്റെ വെല്ലുവിളി സ്വീകരിക്കണം. അത് കഴിഞ്ഞാവാം ഞാൻ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുക. ഞാനൊരു വിദ്യ ഇപ്പോൾ കാണിക്കാം. കണ്ണടച്ച് വെച്ചിട്ടായിരിക്കും ഞാൻ വിദ്യ കാണിക്കുക. കണ്ണു തുറന്നു വെച്ചിട്ട് നിങ്ങൾക്ക് ഇതേ വിദ്യ കാണിക്കാമോ? സാധിക്കില്ല എന്ന് ഞാൻ ഇപ്പോൾ തന്നെ തെളിയിച്ചു തരാം. എല്ലാവരും കേൾക്കുമാറ് രാമൻ വിളിച്ചു പറഞ്ഞു. ഇന്ദ്രജാലക്കാരന് അതൊട്ടും രസിച്ചില്ല. ഹേ മനുഷ്യ, നിങ്ങൾ എന്നെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ കണ്ണടച്ച് നിങ്ങളുടെ വിദ്യ കാണിക്കൂ. ഞാൻ കണ്ണു തുറന്ന് ആ വിദ്യ കാണിക്കാം. എനിക്കത് സാധിച്ചില്ലെങ്കിലോ എൻ്റെ തല വെട്ടാനുള്ള അധികാരം ഞാനിതാ നിങ്ങൾക്ക് വിട്ടുതരുന്നു, അയാൾ പറഞ്ഞു. അത് തന്നെയാണ് രാമൻ കാത്തിരുന്നത്. അയാൾ കുറേ മുളകുപൊടി വരുത്തി. എല്ലാവരും കാണുകെ കണ്ണുകൾ പൂട്ടി. മുളകുപൊടി കൺപോളകളുടെ പുറത്തു തേച്ചു. എന്നിട്ട് പുഞ്ചിരി തൂകിക്കൊണ്ട് തെല്ലുനേരം നിന്നു. അതിനുശേഷം മുളകുപൊടി തുടച്ചെടുത്തു. കൺപോളകൾ നല്ലപോലെ കഴുകി. കണ്ണു തുറന്ന് ഇന്ദ്രജാലക്കാരന് നേരിട്ടു. ശരി, ഞാൻ കണ്ണടച്ച് കാണിച്ചില്ലേ വിദ്യ? അത് നിങ്ങൾ കണ്ണു തുറന്നു വെച്ച് കാണിക്കൂ, രാമൻ പറഞ്ഞു. മുളകുപൊടി കണ്ണിൽ തുറന്ന് അകത്ത് തേക്കുകയോ? അതിനുള്ള ധൈര്യം ഇന്ദ്രജാലക്കാരനുണ്ടായിരുന്നില്ല. അയാൾക്ക് തോൽവി സമ്മതിക്കാതെ നിർവാഹവും ഉണ്ടായില്ല. തോറ്റതിൽ കുണ്ഠിതവും ഭയവും അത്യധികമായിരുന്നു. തൻ്റെ തലവെട്ടാനുള്ള അധികാരം എതിരാളിക്ക് കൊടുത്തില്ലേ? ഹേ ഇന്ദ്രജാലക്കാര, എനിക്ക് നിങ്ങളുടെ തല വേണ്ട. എനിക്ക് വേണ്ടത് എന്താണെന്നോ? ചക്രവർത്തിയുടെ സമ്മാനം, രാമൻ പറഞ്ഞിട്ട് ചക്രവർത്തിയുടെ നേർക്ക് തിരിഞ്ഞു. ചക്രവർത്തി സന്തോഷത്തോടെ സമ്മാനം നൽകി. വാഗ്ദാനം ചെയ്തിരുന്ന 1000 സ്വർണ്ണ നാണയങ്ങൾ. നന്ദി.